പിടിച്ചൊരു തള്ളും തൊഴിയും വമ്പനതാകിയ കുട്ടിത്തമ്പി കുമ്പയടിച്ചത ഓടയിൽ വീണു. ഇപ്പൊ രചിച്ചതാ. മതി, ഇവിടെ ഉദ്യോഗത്തിനയച്ചത് മതി. നീ ആരാണ് നിശ്ചയിക്കാൻ? തറവാടിന് നാണക്കേട്, നാടിന് മാനക്കേട്. എന്ത് പറ്റി കുട്ടിശങ്കര നിനക്ക്? കണ്ട നാട്ടുകാര് ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല. നീ എന്തായി പറയുന്നത്? ഒന്ന് ചോദിച്ചു നോക്കണം. ഇന്നലെ ഒരുത്തം വന്നിരിക്കുന്നു അമ്പലപ്പറമ്പില്. ഇതിനാണ് ഈ ബഹളം. ഇന്നലെ വന്നത് ഗോപിയായിരുന്നു അച്ഛാ. എന്നിട്ട് എന്ത് പറ്റി? എന്ത് വെക്കാണ്? നാട് മുഴുവൻ പാട്ടായി. പാട്ടായില്ല, അടിയായി. ഓഹോ, ഗോപിയായിരുന്നു ഇവരെ തല്ലിയത്. എന്നെ ഞാൻ അവനെ തല്ലി ഓടിച്ചു. ഇനി അവൻ ഈ നാട്ടിൽ കൊല്ല. ഇതാ വരുന്നു മറ്റൊരുത്തൻ. നിനക്ക് ഈ പെൺപിള്ളേരുടെ വീട്ടിലൊക്കെ കയറി വരണമല്ലേ? അമ്മാവനക്കൊന്നും അറിയില്ല. ഇവൻ ഈ തറവാടിന് ചീത്തപ്പേരുണ്ടാക്കും. കുട്ടിശങ്കരൻ മാഷേ, ഇറങ്ങി പോകാൻ പറയണ അച്ഛാ. നീ സദാ ഇവന്റെ വീട്ടിലാണല്ലോ. കുട്ടിശങ്കര ബാബ, ഈ തറവാട്ടിലറിയാം എന്ന് വെച്ച് ഇതിനടുത്ത് എന്നും പറയാമെന്നോടാ. ക്ഷമിക്കണം മാത്രം, അവൻ അങ്ങനെ ആയിപ്പോയി. ഈ വീട്ടിനകത്ത് വെച്ച് സംഭവിച്ചത് എനിക്ക് ഖേദമുണ്ട്. സാരേ, ഇരിക്കണം. കുടുംബത്തിന് അപമാനമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഓർത്തപ്പോ ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. അതുകൊണ്ടാ തിരുവിനെ തല്ലിയത്. ക്ഷമിച്ചിരിക്കണു. സത്യം പറയാലോ, ആ അടി സാരല്ല. ആ വീഴ്ച ഭയങ്കരമായി പോയത്. ഇനിയിപ്പോ ധാന്യന്തരം പരട്ടി മേലാസകലം അങ്ങോട്ട് ഒഴിയേണ്ടതായിട്ടിരിക്കുക. കൊണ്ടുപോയി ഒന്ന് തിരുമ്മിച്ചോളൂ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേക ഓർമ്മ വേണം. ഓർക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. ഉണ്ട ചോറിന് ഉചിതം കാണിക്കണമല്ലോ. അത് മതി. മാസ്റ്റർ, അവനെ ആ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടാൻ വല്ല മാർഗമുണ്ടോ? അതുകൊണ്ടൊരു പക്ഷേ സ്കൂൾ രക്ഷപ്പെട്ടേക്കും. പക്ഷേ കുട്ടിശങ്കരൻ മാസ്റ്റർ രക്ഷപ്പെടില്ല. നാണം കെട്ടവൻ. മാസ്റ്റർക്ക് ഞങ്ങളോട് നല്ല കാര്യമായി. ഞാൻ അത്രയ്ക്ക് വിവരം കെട്ടവനാണ്. എന്താ വിളിപ്പിച്ചത്? ഒരു നല്ല കാര്യം പറയാനാ. അതവൻ നശിപ്പിച്ചു. അതുകൊണ്ട് നല്ല കാര്യം പറഞ്ഞാൽ പറയുന്ന സമയവും നന്നായി എന്ന. ഉഷയ്ക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഒരു IAS-കാരൻ, നല്ല കുടുംബം, കാണാനും സുന്ദരം. അവളെ എങ്ങനെയാ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുക? വിവാഹം ഒന്ന് കേട്ടാൽ അപ്പ കാതുകുത്തും. എന്താ ചെയ്യുക? സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ഉഷ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മാസ്റ്ററോട് അവൾക്ക് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനേക്കാൾ സ്നേഹമാണ്. ഇക്കാര്യത്തിൽ മാസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. ഞാൻ എന്താണാവോ ചെയ്യേണ്ടത്? മാസ്റ്റർ ഈ കാര്യം പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. മാസ്റ്റർ പറഞ്ഞാൽ ഫലമുണ്ടാകും, ഉറപ്പാ. ഒരു അച്ഛന് പറയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു ജ്യേഷ്ഠത ചെയ്യാവുന്നത് മാസ്റ്ററും ചെയ്യണം. മാസ്റ്റർ ക്ഷമിക്കണം. ഞാൻ കാരണം മാസ്റ്റർ അപമാനിക്കപ്പെട്ടു. എന്നാര് പറഞ്ഞു? ഇത് കാരണം മാസ്റ്റർ ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ. ഇനി അടിക്കടിയോടെ വരേണ്ടിയിരിക്കുന്നു. ഉഷയുടെ വിവാഹ കാര്യം ഞാൻ ഏറ്റിരിക്കുകയാണ്. അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ? ഇപ്പൊ ഉഷയുടെ മൂഡ് ശരിയല്ല. പിന്നീട് സംസാരിക്കാം. കുട്ടിശങ്കരൻ ചൊല്ല് സത്യമായി ധരിക്കണോ? ബാലനാമി സ്കൂൾ മാസ്റ്റർ പ്രേമിയായി ഭവിക്കുമോ? സൂക്ഷിക്കണം, സൂക്ഷിക്കണം. എനിക്കൊരു ശങ്ക. മൂത്ര ശങ്കയായിരിക്കും. അല്ല പിന്നെ ഇവിടുത്തെ ചോറാണ് ഈ തടി. ഈ തറവാടിന്റെ അന്തസ്സിന് എന്ത് പറ്റിയടോ? കുട്ടിശങ്കരൻ തമ്പി മദ്യപിക്കും, ആകെ ചീത്തയാ. പക്ഷെ ഈ തറവാടിന്റെ കാര്യം വരുമ്പോ ഉണ്ടല്ലോ മുഖവില മതി. ഉഷക്കുട്ടി കരയണത് ഞാൻ കണ്ടു. ഉഷക്കുട്ടിയോ? അതെ, ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ആലമാഷ് കുശുകുശുക്കുന്നു. ഉഷക്കുട്ടി റോന്ന് കരയും. അത് നീ അടുത്തുവോ? ഇത് തലയുണ്ട. നോം നന്മ ഉദ്ദേശിച്ച് നന്മ ഉദ്ദേശിക്കണ്ട.
തിരുമേനി, ദേഷ്യം തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ മുമ്പിൽ പോയാ മതി. ഇപ്പൊ പോയിക്കോളൂ. ഇനി വിളിച്ചാലേ മുമ്പിൽ വരൂ. നാം നന്മയെ ചിന്തിച്ചിട്ടുള്ളൂ. അതിന് ശിക്ഷയാണ് ഫലമെങ്കിൽ ഇത്രയും കാലം ചെയ്ത സേവനത്തിന് അതാണ് കൂലി ഞങ്ങളുടെ നിരീക്കും. അത്ര തന്നെ. ആരാവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസ്സസ്. ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എം ഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എം ഡി കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല.